പാപ്പ പറയുന്നു. ആഗമനകാലം നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല. കാലത്തിന്റെ അടയാളങ്ങളിന്മേൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ആഗമനകാലത്തേക്ക് നാം പ്രവേശിച്ചിട്ട് അധികമായില്ല. യേശുവിന്റെ ആദ്യ വരവിനെ നാം ഓർക്കുന്നു. ദൈവം നമ്മോടൊപ്പമുണ്ട്. അവൻ വരുമ്പോഴെല്ലാം അവനെ തിരിച്ചറിയാനും അവൻ മടങ്ങി വരുമ്പോൾ അതിനായി സ്വയം ഒരുങ്ങിയിരിക്കാനും നാം പഠിക്കുന്നു. അപ്പോൾ നാം എന്നേക്കുമായി അവനുമായി ഒരുമിച്ചായിരിക്കും. നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരോടും മറ്റെല്ലാ സൃഷ്ടികളോടും കൂടി അവനോടൊപ്പം വീണ്ടെടുക്കപ്പെട്ട ലോകത്തിൽ നവസൃഷ്ടിയായി മാറുന്നു. ഈ കാത്തിരിപ്പ് നിഷ്ക്രിയമല്ല. യേശുവിന്റെ ജനനം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. മറിയം, യൗസേപ്പ്, ഇടയന്മാർ, ശിമയോൻ, അന്ന, സ്നാപക യോഹന്നാൻ, ശിഷ്യന്മാർ, ഇങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരും ഈ കാത്തിരിപ്പിന് വിളിക്കപ്പെടുന്നു. അതൊരു വലിയ ബഹുമതിയാണ്. ദൈവം തന്റെ ചരിത്രത്തിലും സ്വപ്നങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ പ്രത്യാശിക്കുക എന്നാൽ സഹകരിക്കുക എന്നാണർത്ഥം. ജൂബിലിയുടെ മുദ്രാവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നത് ഒരു മാസത്തിനുള്ളിൽ കടന്നുപോകുന്ന ഒന്നല്ല, മറിച്ച് ഇത് ജീവിതത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാൽ പകരം സഹകരിച്ചുകൊണ്ട് ശ്രദ്ധയോടെ യാത്ര ചെയ്യുന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാലത്തിന്റെ അടയാളങ്ങൾ വായിക്കാൻ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇത് ഏകാന്തതയിൽ നടപ്പിലാക്കാവുന്ന ഒന്നല്ല, മറിച്ച് സഭയോടും സഹോദരീ സഹോദരങ്ങളോടും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വേണം കാലത്തിന്റെ അടയാളങ്ങളെ വായിച്ചറിയുവാൻ. അവ ചരിത്രപരമായ സാഹചര്യങ്ങളിലൂടെ ദൈവരാജ്യത്തിനൊപ്പം വരുന്ന ദൈവത്തിന്റെ അടയാളങ്ങളാണ്. ദൈവം ലോകത്തിന്റെയോ ഈ ജീവിതത്തിന്റെയോ പുറത്തല്ല, മറിച്ച് നമ്മോടൊപ്പം നിൽക്കുന്ന ദൈവമായ യേശുവിന്റെ ആദ്യ വരവിൽ അവനെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ അന്വേഷിക്കാൻ നാം പഠിച്ചു. ബുദ്ധി ഉപയോഗിച്ചും ഹൃദയത്തോടെയും പ്രതിബദ്ധതയോടും ദൃഢനിശ്ചയത്തോടും കൂടി അവനെ അന്വേഷിക്കുക. സാധാരണ വിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു പ്രത്യേക ദൗത്യമായിട്ടാണ് കൗൺസിൽ ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം അനുദിന ജീവിതത്തിലെ സന്ദർഭങ്ങളിലാണ് മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മെ കണ്ടുമുട്ടുവാൻ വരുന്നത്. ലോകത്തെ പ്രശ്നങ്ങളിലും സൗന്ദര്യങ്ങളിലും യേശു നമുക്കായി കാത്തിരിക്കുകയും നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അവനോടൊപ്പം പ്രവർത്തിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രത്യാശ നമ്മെ സഹകരിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ കഴിവുകളെ ഉൾപ്പെടുത്തുന്ന ഏതെങ്കിലും നല്ല സംരംഭത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ എനിക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യവും ലക്ഷ്യവുമുണ്ടോ? അതോ എല്ലാം തെറ്റാണെന്ന് പരാതിപ്പെട്ട് ഞാൻ പെറുപെറുക്കുന്നുണ്ടോ? ചുണ്ടിലെ പുഞ്ചിരി നമ്മിലെ കൃപയുടെ അടയാളമാണ്. പ്രത്യാശ എന്നാൽ പങ്കെടുക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇത് ദൈവം നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. ആരും ഒറ്റയ്ക്ക് ലോകത്തെ രക്ഷിക്കുന്നില്ല. ദൈവം പോലും അതിനെ സ്വയമായി രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ദൈവത്തിന് കഴിയും, പക്ഷേ അവൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. യേശു അന്തിമമായി മടങ്ങി വരുമ്പോൾ എന്നേക്കുമായി നമ്മുടെ കൂട്ടായ്മയെ യാഥാർത്ഥ്യമാക്കുവാനും പ്രകടിപ്പിക്കുവാനും പങ്കാളിത്ത മനോഭാവം നമ്മെ പ്രാപ്തരാക്കുന്നു. ഡിസംബർ 6 വത്തിക്കാനിൽ ജൂബിലിയോടനുബന്ധിച്ച് നൽകിയ പ്രത്യേക പൊതുദർശന വേളയിലെ പ്രഭാഷണത്തിൽ നിന്ന്.